ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുന്നതിന് പറയുന്ന കാരണങ്ങൾ അന്വേഷിച്ച് നോക്കിക്കേ. എന്താണ് കാരണങ്ങൾ? പ്രസംഗം പോറാന്നേ, നീണ്ടുപോവാന്ന് കുർബാന. അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ടൈപ്പ് ആൾക്കാരാണ്. ചെല്ലുമ്പോൾ 100,000 ചോദ്യങ്ങൾ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഇതൊന്നുമല്ല പള്ളിയിൽ പോകേണ്ടതിന്റെ കാരണം. താളത്തിൽ പാട്ടുകൾ പാടാൻ അറിയാത്തൊരു അച്ഛനാണ് കുർബാന ചൊല്ലുന്നതെങ്കിലും, പ്രസംഗത്തിനകത്ത് പുതിയതായിട്ട് നമുക്ക് കിട്ടാൻ ഒന്നുമില്ലെങ്കിലും, അത്ര മെച്ചമുള്ള ഒരു ഗായക സംഘമല്ല ആ പള്ളിയിലുള്ളതെങ്കിലും, അവിടുത്തെ കോൺഗ്രിഗേഷൻ, അവിടുത്തെ കമ്മ്യൂണിറ്റി, സമൂഹം അത്ര വെൽക്കമിങ് അല്ല, അത്ര നമ്മളോട് ഫ്രണ്ട്ലി അല്ലെങ്കിലും, പരിശുദ്ധ കുർബാന ഇവർക്കെല്ലാം ഉപരിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നുമല്ല പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. എന്റെ നാഥനും കർത്താവുമായവന് അവൻ അർഹതപ്പെട്ടത് ഞാൻ കൊടുക്കുന്ന നേരമാണ് പരിശുദ്ധ കുർബാന. എന്റെ നാഥൻ അർഹതപ്പെട്ട നന്ദി, സ്തുതി, ആരാധന ഞാൻ കരയേറ്റുന്ന സഭയുടെ കൂട്ടായ്മയോട്, തിരുസഭയോട് ചേർന്ന്, ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികളോട് ചേർന്ന് അത്യുന്നതന് കരയേറ്റുന്ന നേരമാണ് പരിശുദ്ധ കുർബാന. അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് നൽകുന്ന നേരമാണ് പരിശുദ്ധ കുർബാന.